Hello guys, welcome to my YouTube channel Glowing Areas. Guys, അങ്ങനെ എൻ്റെ മാരേജ് ഫിക്സ് ആയി ഗൈസ്. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ ഷോർട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. ഭയങ്കര സിമ്പിൾ ആയിരുന്നൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പും ഭയങ്കര സിമ്പിളായിരുന്നു. കാരണം മേക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഗൈസ്. ഒരു പ്രിപ്പറേഷനും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ കല്യാണത്തിന് എനിക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 2 മന്ത് കഴിഞ്ഞാണ് കല്യാണം. ഇനി എനിക്ക് 2 മന്തിനുള്ളിൽ എനിക്ക് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എൻ്റെ സ്കിന്നൊക്കെ നല്ല സൂപ്പറാക്കി എടുക്കണം. അപ്പോൾ അതിന് ഒരുപാട് ടൈമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എൻഗേജ്മെൻറ്റ് ഇങ്ങനെ ആയിപ്പോയി. മാരേജെങ്കിലും നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. സോ അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മാരേജിന് വേണ്ടി എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അതിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന രീതിയിലുള്ള ഒരു പാക്കാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മെയിൻ ഇഷ്യൂ ആണ് വേറൊന്നുമല്ല നമ്മുടെ ഫേസിൽ ടാൻ അടിക്കുക എന്നുള്ളത്. എൻ്റെ ഫേസ് നല്ലപോലെ ടാനുണ്ട്. ഞാൻ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് വരും. കാരണം ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യില്ല. ചില സമയങ്ങളിൽ ഇടാൻ തോന്നുമ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ടാൻ അടിക്കാൻ നല്ല സാധ്യത കൂടുതലാണ്. ഫേസിലൂടെ ഡൾനെസ് ഉണ്ട്. സോ ഈ ഡൾനെസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയണം. കാരണം മാരേജ് ടൈമിൽ എനിക്ക് നല്ലപോലെ തിളങ്ങി നിൽക്കണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ സംഭവം വെച്ചിട്ടുള്ള സിമ്പിൾ പാക്കാണ്. പക്ഷെ നല്ല എഫക്റ്റീവാണ്. ഇത് നമ്മൾ മാക്സിമം ഒരു 2 വീക്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് വന്നു കിട്ടും. എനിക്ക് 2 മന്ത് ടൈമുണ്ട്. സോ അതുകൊണ്ട് പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് ഫേസിൽ മാത്രമല്ല കയ്യിലും ഇതുപോലെ സംഭവം ചെയ്യണം. കാരണം കയ്യിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ ഫേസിനെക്കാട്ടും ഭയങ്കര ടാനാണ് കയ്യിൽ. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കയ്യിലെയും കാലിലെയും ഫേസിലൊക്കെ ടാൻ റിമൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ സംഭവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചരിയില്ലേ, പച്ചരി നല്ലപോലെ കുതിർത്തെടുക്കുക. ഞാനിത് ഓവർനൈറ്റ് കുതിർത്തെടുത്ത സാധനമാണ്. നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഈ സാധനം അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരയ്ക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം ആഡ് ചെയ്യണം. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ പഴമില്ലേ, ഈ പഴം കൂടെ അരച്ചെടുക്കുക. ഒരു പഴം ഫുള്ളും വേണമെന്നില്ല. നമ്മൾ പച്ചക്കറിച്ചെടുത്താൽ മതി. എനിക്കിത് കുറച്ചേറെ വേണം, ഇതിൽ കുറച്ച് എടുക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് അരപ്പഴം മാത്രം എടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. പിന്നീട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ഞാനിത് അരച്ചെടുത്ത് തരാം ഗൈസ്. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പഴവും നമ്മളെ പച്ചരി കൊതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനം ആഡ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ആഡ് ചെയ്യേണ്ടത് നമ്മൾ തൈരില്ലേ, തൈര് ആഡ് ചെയ്യാം. കുറച്ച് തൈര് എടുക്കുക. അത് നമ്മൾ ഇത് കടലനുസരിച്ചിട്ടാൽ മതി. കുറച്ച് തൈര് അങ്ങോട്ട് ആഡ് ചെയ്യാം. നല്ല ഓക്കെ, കട്ട തൈര് കേട്ടോ, അത് ആഡ് ചെയ്തു. ഈ തൈരിന് പകരം വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം. തൈര് അലർജിയുള്ളവർക്ക് പാല് യൂസ് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല. കുറച്ച് ഇട്ടേക്കാം, ഫുള്ളിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതാണ്. നമ്മളെ വേറൊരു സംഭവമാണ്. ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടിയാണ്. ഇത് വീട്ടിൽ പൊടിച്ചത് കാപ്പിപ്പൊടിയാണ്. ഈ കാപ്പിപ്പൊടി ഇടുക. തൈരും കാപ്പിപ്പൊടി നമുക്കറിയാം നല്ലപോലെ ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളി സാധനമാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ കടലമാവ് ആഡ് ചെയ്യാം. കടലമാവ് ആഡ് ചെയ്യുന്നത് മെയിനായിട്ടും ഓയിലൊക്കെ റിമൂവ് ചെയ്യാനും ആ സ്കിന്നൊക്കെ ബ്രൈറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്യാം. 1 സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടൊരു എന്താ പറയുന്നത്, ഒരു പേസ്റ്റി ടെക്സ്ചർ കിട്ടുമേ. അത് നമ്മുടെ ഫേസിലിടണം. ഇത് ഫേസിൽ മാത്രമല്ല നമ്മളെ കൈക്കും കാലിലും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ്. അതുപോലെ പെട്ടെന്ന് നല്ല ബ്രൈറ്റ്നസും കിട്ടും. ഓക്കെ, നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഉണ്ട്. ഈ സംഭവം എനിക്കൊരു 3-4 ദിവസത്തിനുള്ളതുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. ഇത് യൂസ് ഇപ്പം കുറച്ച് നേരം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി. മാക്സിമം ഒരു 4 ഡേയ്സിനുള്ളിൽ തീർക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് പഴം വയ്ക്കല്ലേ, പുളിച്ചു പോകും. സോ അതുകൊണ്ട് പരമാവധി 4 ഡേയ്സേ ഉപയോഗിക്കാവുള്ളൂ. അതിന് മുമ്പോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫേസിലിടാലോ. ഫേസിലിടാം. ഇതിൽ ഞാൻ അരി അരച്ചപ്പം അത് അത്രയ്ക്കും ഫൈനായിട്ട് അരച്ചിട്ടില്ല. കുറച്ച് തരി ഇട്ടിട്ടുണ്ട്. കാരണം അത് സ്ക്രബിങ് കിറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് തരി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ അരയ്ക്കുമ്പോഴും അത്രയ്ക്കും ഒരു തിന്നായിട്ട് അരച്ചെടുക്കരുത്. കുറച്ച് അരിയുടെ ആ ഒരു കണ്ടന്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിത് സ്ക്രബ് ചെയ്യുന്ന പോലെ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് മെയിനായിട്ട് ഈ മൂക്കിൻ്റെ വേണം ഒത്തിരി കാണത്തില്ല. നമുക്ക് എല്ലാവരെയും കാണുന്ന മൂക്കിൻ്റെ ഭാഗത്ത്. സോ ഈ മൂക്കിൻ്റെ ഭാഗത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ഇത് വീക്കിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് യൂസ് ചെയ്യുക. നല്ലൊരു വ്യത്യാസം കാണും. ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് കൊണ്ടാണ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇതൊക്കെ കെമിക്കൽ സാധനമല്ലേ, നാച്ചുറൽ സംഭവമല്ലേ.
അവിടെ റിസൾട്ട് കുറച്ച് താമസിക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു കെമിക്കൽ ക്രീം തേച്ച് ഗ്ലോ കിട്ടുന്ന പോലെ ഒന്നും കിട്ടത്തില്ല. കാരണം നാച്ചുറൽ സംഭവമായതുകൊണ്ട് കുറച്ച് താമസം എടുക്കും. പക്ഷെ നല്ല സ്കിന്ന് നല്ലതായിരിക്കും. സോ നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതായത് ഉണങ്ങുന്നോളം വരെ വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയ ശേഷം നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം. ഫേസിൽ ഈ സംഭവം ഇട്ട് ഡ്രൈ ആയതിൻ്റെ വീഡിയോ ആണ്. ഇത് ഹാഫായിപ്പോയി. വേറൊന്നുമല്ല ഗൈസ്, എൻ്റെ സ്റ്റാൻഡ് 8ൻ്റെ പണി തന്നു. സംഭവം താനേ താന്നു പോയി. രണ്ടാമത് വീഡിയോ എടുക്കാൻ ടൈമിങ് കിട്ടിയില്ല. സോ അഡ്ജസ്റ്റ്. സംഭവം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വ്യത്യാസം എനിക്ക് കാണുന്നുണ്ട്. ഒരു സിമ്പിൾ യൂസ് തന്നെ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ടാനൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിൽ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിംഗിൾ യൂസ് എത്ര എഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2 മന്ത് അല്ലെങ്കിൽ 1 മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഇത് മാക്സിമം ഒരു വീക്കിലി ഒരു 4 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അടിപൊളി സാധനമാണ്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് സംഭവങ്ങൾ ഫേസിലിടുന്ന എന്ത് സാധനങ്ങളും നമ്മൾ ഫസ്റ്റിൽ ടെസ്റ്റ് ചെയ്യണം. നമ്മളെ കയ്യിലിട്ട് ടെസ്റ്റ് ചെയ്യുക. ഒരു റിയാക്ഷൻസും അല്ലെങ്കിൽ നമുക്കൊരു അലർജി ഉണ്ടാവുന്നില്ലാതെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് മാത്രമേ എന്ത് സംഭവങ്ങളാണെങ്കിലും, അതായത് ഈ പാക്ക് എന്നല്ല എന്ത് സംഭവമാണെങ്കിലും നമ്മുടെ ഫേസിൽ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റ് ഉണ്ടാവും. ഇത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലൊക്കെ ഇടാം. അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ടാറ്റാ.